ഹായ്. എങ്ങനെയാണ് നമുക്ക് നോർക്കയുടെ ലോണിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് നോർക്കയുടെ ലോൺ ആർക്കൊക്കെ ലഭിക്കും, അതിനുള്ള യോഗ്യത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര ലക്ഷം രൂപ വരെ നമുക്ക് നോർക്കയുടെ ലോൺ ലഭിക്കും, അതൊക്കെ എന്തിനു വേണ്ടിയാണ് ലഭിക്കുക, അതുപോലെ തന്നെ അതിന് അപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ അതിനാവശ്യമായ ഫയലുകൾ എന്തൊക്കെയാണ്, ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നോർക്ക എന്ന് പറഞ്ഞാൽ 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടി കേരള സർക്കാർ നൽകുന്ന ഒരു ലോണാണ് നോർക്ക. അതിന് മിനിമം 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്യണം. അതുപോലെ തന്നെ ചുരുങ്ങിയത് 3 ലക്ഷം മുതൽ പരമാവധി 20 ലക്ഷം രൂപ വരെ നമുക്ക് നോർക്കയുടെ ലോൺ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് ലോണിന് ആവശ്യം, എത്ര ലക്ഷം രൂപയാണ്, 10 അല്ലെങ്കിൽ 20, എത്ര ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ ആവശ്യമുള്ളത്, അതിൻ്റെ 15% സബ്സിഡി നമുക്ക് ലഭിക്കും. നമുക്ക് ആ ലോൺ എത്ര ലക്ഷമാണ് വേണ്ടത്, ചുരുങ്ങിയത് 3 ലക്ഷം, കൂടിയത് 20 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ലഭിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ 15% കഴിച്ച് 15% സബ്സിഡിയാണ്. അത് കഴിച്ച് നമുക്ക് 3 വർഷം നമുക്ക് ലോൺ തിരികെ അടക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 വർഷം നമുക്ക് ലോൺ തിരികെ അടക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി ആ 15% സബ്സിഡി കഴിച്ച് അതിൻ്റെ മുതൽ മുടക്ക് അല്ലെങ്കിൽ അതിൻ്റെ പലിശ നമ്മൾ കറക്റ്റ് മാസം കറക്റ്റ് സമയത്തിൽ നമ്മൾ അടക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 വർഷത്തേക്ക് 3% പലിശ നിരക്കിൽ നമുക്ക് ആ ലോൺ തിരിച്ചടക്കാവുന്നതാണ്. അതായത് കറക്റ്റ് എല്ലാ മാസവും കൃത്യമായി ലോണിൻ്റെ ആ ഗഡു അടക്കുകയാണെങ്കിൽ 4 വർഷത്തേക്ക് 3% പലിശ നിരക്കിലാണ് നമുക്ക് ലോൺ തിരികെ അടക്കാൻ പറ്റുക. അതല്ല നമുക്ക് മാസം അടുക്കുന്നത് വ്യത്യാസം വന്നാൽ അല്ലെങ്കിൽ ഒരു മാസം അടച്ചില്ലെങ്കിൽ ആ 3% എന്ന പലിശ നിരക്ക് നമുക്ക് ആ ആനുകൂല്യം ലഭിക്കില്ല. അതുകൊണ്ട് കൃത്യമായി എല്ലാ മാസവും കറക്റ്റ് സമയം ലോൺ തിരികെ അടക്കുന്നവർക്ക് മാത്രമാണ് ആദ്യത്തെ 4 വർഷം 3% പലിശ നിരക്കിൽ നമുക്ക് ലോൺ അടക്കാൻ പറ്റുക. അതായത് 15% സബ്സിഡി കഴിച്ച് ആദ്യത്തെ 3 വർഷത്തേക്ക് 15% സബ്സിഡിയും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഇൻട്രസ്റ്റും നമുക്ക് വേണ്ടി കേരള സർക്കാർ അതാത് ബാങ്കുകളിലേക്ക് അടക്കുന്നതാണ്. അത് നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല 3 വർഷത്തേക്ക്. അതുപോലെ തന്നെ 15% സബ്സിഡിയും ഗവൺമെൻറ് ബാങ്കിൽ അടക്കും. ഇപ്പോൾ നിലവിൽ കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, അതുപോലെ 3 ബാങ്കുകളാണ് ജനുവരി 1, 2016 മുതൽ ഈ നോർക്ക കരാറുമായി ഒപ്പിട്ട ബാങ്കുകൾ ഈ 3 ബാങ്കുകളാണ്. കാനറ ബാങ്ക്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ട ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, അതുമാത്രമല്ല എന്തിനൊക്കെയാണ് നമുക്ക് ലോൺ ലഭിക്കുക, ഏതൊക്കെ ബിസിനസ്സുകൾക്കാണ് നമുക്ക് ലോൺ ലഭിക്കുക എന്നതിനെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ തരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുക. ഞാൻ ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്യുകയാണ്. നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നോർക്കയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിൻ്റെ താഴെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ NDPREM അസിസ്റ്റൻസ്, ക്ലിക്ക് ഹിയർ. നോർക്കയുടെ അപ്ലൈ ചെയ്യാൻ നോർക്കയുടെ
ഒഫീഷ്യൽ സൈറ്റ് പോയി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഫോം റിട്ടേൺ എമിഗ്രൻസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിവിടെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഉദ്ദേശം എന്താണ്, അല്ല ഇതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അർഹത ആർക്കൊക്കെയാണ്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങിയെത്തിയവരുമായ പ്രവാസികൾക്കും അതുപോലെ തന്നെ കുറച്ച് പ്രവാസികൾ ഒന്നിച്ചു കൂടി ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനും ലഭിക്കും. അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവർക്കും ലഭിക്കും ലോണ്. എന്തിനൊക്കെയാണ് ലോൺ ലഭിക്കുക എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. കാർഷികം, വ്യവസായം, കോഴി വളർത്തൽ, മുട്ടക്കോഴി, ഇറച്ചിക്കോഴി, അതുപോലെ തന്നെ കച്ചവടമാണെങ്കിലും ഉൽപ്പാദനമാണെങ്കിലും എല്ലാം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആനുകൂല്യവും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. പരമാവധി 20 ലക്ഷം രൂപ ആണ് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നിലവിൽ ഇവിടെ കാണുന്നുണ്ട്. നിലവിൽ ബാങ്ക് വായ്പ നൽകുന്ന ബാങ്കുകൾ SBT, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്. അതുപോലെ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇൻ JPG ഫോർമാറ്റിൽ. അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ നമുക്ക് ബന്ധപ്പെട്ട പേജുകൾ, അതായത് നമ്മളുടെ പേരും അഡ്രസ്സുമുള്ള ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും. അതുകൂടാതെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ പേജിൽ അടിക്കുന്ന സീൽ, നമ്മൾ സൗദിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള ആ എയർപോർട്ടിൻ്റെ സീൽ നിർബന്ധമായും ആവശ്യമാണ്. കാരണം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, വിദേശത്ത് തൊഴിൽ ചെയ്തിരുന്നു എന്ന കാലയളവ് വ്യക്തമാക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റാമ്പിങ് സീൽ വെച്ച പേപ്പറും പേജും നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ഇവിടെ വന്ന ഡേറ്റും അതുപോലെ തന്നെ ഇവിടെ 1, 2, 3 വർഷം ജോലി ചെയ്ത് നമുക്ക് തിരിച്ചു പോകുമ്പോഴുള്ള സീൽ ചെയ്ത പേജ് നമുക്ക് ആവശ്യമാണ്. അതും PDF ഫോർമാറ്റിൽ ആയിരിക്കണം. പിന്നെ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സിന് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അതും PDF ഫോർമാറ്റിൽ നിങ്ങൾ ആദ്യം ഇത്രയൊക്കെ ചെയ്ത് തയ്യാറാക്കിയ ശേഷം ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ മുൻകൂറായി തയ്യാറാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുന്നത് ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതെല്ലാം റെഡിയാക്കി താഴെ കാണുന്ന രജിസ്റ്റർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പേജായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുക. നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലത്തെ ഒരു പേജായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ അപേക്ഷകൻ്റെ പേര്, പിന്നെ കത്തയക്കുന്നതിനുള്ള മേൽവിലാസം, നിങ്ങൾ നോർക്കയുടെ അവരുടെ വിവരങ്ങളടങ്ങിയ കത്ത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും നിങ്ങളുടെ ജില്ല, അതുപോലെ പിൻകോഡ്, പാസ്പോർട്ട് നമ്പർ, പിതാവിൻ്റെ പേര്, പെർമനൻ്റ് അഡ്രസ്സ്. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും പദ്ധതി സംബന്ധമായ വിവരങ്ങൾ. നിങ്ങളുടെ പദ്ധതി ഏതാണ് അതിൻ്റെ വിവരങ്ങളും താഴെ ചേർക്കണം. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇലക്ഷൻ ID കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ, പിന്നെ മെയിലാണോ ഫീമെയിലാണോ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ഇതിൽ പറഞ്ഞതുപോലെ ഫിൽ ചെയ്ത് സേവ് എന്ന ഭാഗം പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നോർക്കയുടെ ഈ നോർക്ക ലോണിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. ഇവിടെ ഞാൻ ഒന്നും അടയ്ക്കാത്തത് കൊണ്ട് സേവിൽ നിന്ന് മാത്രമാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ആവശ്യമായ രേഖകൾ എല്ലാം പറഞ്ഞതുപോലെ പാസ്പോർട്ട് സൈസ് ആണെങ്കിലും JPG ഫോർമാറ്റിൽ, അതുപോലെ തന്നെ പാസ്പോർട്ടിനെ PDF ഫോർമാറ്റിലും എല്ലാം തയ്യാറാക്കി വെച്ച ശേഷം നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.